നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ്. ശനിയുടെ സ്വക്ഷേത്ര രാശിയിലാണ്. വളരെയധികം ബലത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. 30 വർഷത്തിന് ശേഷമാണ് ശനി ഓരോ രാശിയിലും മാറി മാറി വരുന്നത്. ഒരു രാശിയിൽ 2.5 വർഷമാണ്. അതുകൊണ്ട് തന്നെ 30 വർഷത്തിന് ശേഷമാണ് കുംഭം രാശിയിൽ എത്തിയത്. അങ്ങനെ വരുമ്പോൾ ശനിയുടെ ബന്ധുഗ്രഹമായിട്ടുള്ള ശുക്രനും കൂടി മാർച്ച് മാസം ആരംഭത്തോടുകൂടി കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. ശനിയും ശുക്രനും ചേർന്ന് വളരെയേറെ പേർക്ക് ഗുണപ്രദമായിട്ടുള്ള രാജയോഗം നൽകുവാനുള്ള ശ്രമത്തിലാണ്. ശനിയോടുകൂടി ശുക്രൻ ചേരുന്നതോടുകൂടി എല്ലാ രാശിക്കാർക്കും ഒരുപക്ഷെ നല്ല ഫലങ്ങൾ ലഭിച്ചേക്കാം. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 5 രാശിക്കാർക്ക് വളരെയേറെ ഗുണപ്രദമാണ്. രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ അത് നൽകുന്നതാണ്. നമുക്കിന്ന് ശനിയും ശുക്രനും കുംഭത്തിലേക്ക് എത്തുന്നതോടുകൂടി, കുംഭത്തിൽ യോഗം ചെയ്യുന്നതോടുകൂടിയുള്ള ഫലങ്ങളെ ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 30 വർഷത്തിന് ശേഷം ശനിയും ശുക്രനും കുംഭം രാശിയിൽ ഒത്തുചേരുന്നതോടുകൂടി തലവര തെളിയാൻ സാധ്യതയുള്ള 5 രാശിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രായം, ദുഃഖം, രോഗം, വേദന, ശാസ്ത്രം, സാങ്കേതിക വിദ്യ മുതലായ കാര്യങ്ങൾക്ക് കാരണമായിട്ടാണ് ശനി ഭഗവാന് ശനിഗ്രഹത്തെ കാണുന്നത്. കൂടാതെ മഹത്വം, സമ്പത്ത്, ഐശ്വര്യം, ആഡംബരം, ഭൗതിക സന്തോഷം തുടങ്ങിയവയുടെയൊക്കെ കാരഗ്രഹമാണ് ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ ഈ മേഖലകളിലെല്ലാം അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നു. നമുക്ക് ശനി ശുക്ര യോഗത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്ന രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം മേടക്കൂറുകാർക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രന്റെയും ശനിയുടെയും യോഗം മേടക്കൂറുകാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. വരുമാനവും ലാഭവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ സൃഷ്ടിക്കാൻ മേടക്കൂറുകാർക്ക് സാധിക്കും. ജീവിതത്തിൽ ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. തൊഴിലിലും ശുഭകരമായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നതാണ്. ഓഹരി വിപണിയിലും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഭാഗ്യം കടാക്ഷിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രന്റെയും ശനിയുടെയും യോഗം ഇടവക്കൂറുകാർക്കും വളരെയേറെ നല്ല ഫലത്തെ ചെയ്യുന്നതാണ്. ഇടവക്കൂറിന്റെ 10ാം ഭാവത്തിലാണ് ഈ യോഗം വരുന്നത്. രാശ്യാധിപനായിട്ടുള്ള ശുക്രന് ബന്ധുഗ്രഹമായിട്ടുള്ള സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ യോഗമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ വിജയിക്കാൻ സാധിക്കും. തൊഴിൽ, ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾ ആവശ്യമായി വന്നേക്കാം. സാമൂഹ്യ മേഖലകളിലൊക്കെ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിലിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർക്ക് അതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് നല്ല ലാഭം ലഭിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കാനും സാഹചര്യം ഉണ്ടാകും. അടുത്തത് ശനി ശുക്ര യോഗത്താൽ പ്രയോജനം ലഭിക്കുന്ന 3ാമത്തെ രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് ശനിയും ശുക്രനും യോഗം ചെയ്യുന്നത്. ശുക്രൻ ചിങ്ങക്കൂറുകാർക്ക് 10ാം ഭാവാധിപൻ കൂടിയാണ്. പങ്കാളിത്ത ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷം നിലനിൽക്കുന്നതാണ്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. 2 കേന്ദ്രാധിപത്യമുള്ള ഗ്രഹങ്ങൾ ബലത്തോടുകൂടി നിൽക്കുന്ന യോഗമാണ്. അതുകൊണ്ട് തന്നെ രാജയോഗ തുല്യമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭം വർദ്ധിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതാണ്. ശനി ശുക്ര യോഗത്തിന്റെ പ്രയോജനം ലഭിക്കുന്ന 4ാമത്തെ രാശി വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാർക്ക് 4ഉം 7ഉം ഭാവാധിപന്മാരുടെ യോഗമാണ് സംഭവിക്കുന്നത്. 4ാം ഭാവത്തിലാണ് ഗ്രഹയോഗം സംഭവിക്കുന്നത്. വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഭൗതിക സുഖങ്ങൾക്ക് വർധനവുണ്ടാകുന്ന സമയമാണ്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അത് ലഭിക്കുന്നതാണ്. കൂടാതെ പിതൃസ്വത്ത്, പിതാവിന്റെ ആനുകൂല്യങ്ങളും പിതാവിന്റെ സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. സാമൂഹ്യ മേഖലകളിൽ സ്വാധീനവും സ്ഥാനമാനങ്ങളും ഒക്കെ വൃശ്ചികക്കൂറുകാരെ തേടിയെത്തും. തൊഴിലിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്.
കൂടാതെ തൊഴിലിൽ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അമ്മയുടെ പിന്തുണയും പൂർണ്ണമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുന്ന സമയമാണ്. ശനിയുടെയും ശുക്രന്റെയും കുംഭം രാശിയിലെ യോഗം കാരണം നേട്ടം ലഭിക്കുന്ന 5ാമത്തെ രാശി മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ശനി സ്വക്ഷേത്രത്തിൽ 2ാം ഭാവത്തിൽ 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനോടൊപ്പം യോഗം ചേരുകയാണ്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ശനി ശുക്ര യോഗം ഗംഭീരമായിട്ടുള്ള അവസരങ്ങൾ നൽകും. അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യം മകരക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. മകരക്കൂറുകാർക്ക് ധനം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരും. മംഗളകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മകരക്കൂറുകാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ വ്യക്തികളുമായിട്ടും നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണ്. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ മൂലം പിന്നീട് പ്രയോജനങ്ങൾ ലഭിക്കുന്നതുമാണ്. ശനി ശുക്ര സംയോഗം എല്ലാവർക്കും പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക. എന്നാൽ വിശേഷമായിട്ട് 5 രാശിക്കാർക്ക് അതിഗംഭീരമായിട്ടുള്ള രാജയോഗ തുല്യമായിട്ടുള്ള പ്രയോജനങ്ങൾ നൽകുന്നുണ്ട്. ആ രാശിക്കാരെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.